റിപ്പോർട്ടർ ബ്രേക്കിംഗ് വയനാട് മാനന്തവാടിയിൽ PK ജയലക്ഷ്മി ഉന്നയിച്ച ചതി ആരോപണത്തിന് പിന്നാലെ പുതിയ രാഷ്ട്രീയ വിവാദം. UDFിന്റെ സ്ഥാനാർത്ഥി ഉഷാ വിജയൻ ഉണ്ടല്ലോ, നമ്മൾ അന്ന് കണ്ടിരുന്നു. ആ ഉഷാ വിജയന്റെ ഫ്ലെക്സുകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണുന്നു. വള്ളിയൂർക്കാവിന് സമീപത്തെ വ്യാപാര സ്ഥാപനത്തിലാണ് 7ഓളം ബോർഡുകൾ വലിച്ചെറിഞ്ഞതായി കാണപ്പെട്ടത്. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാക്കളാണ് ബോർഡുകൾ എത്തിച്ചതെന്നാണ് വിവരം. കോൺഗ്രസ് പ്രവർത്തകൻ പകർത്തിയ ദൃശ്യങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചു. നമുക്ക് ആ ദൃശ്യങ്ങൾ ആദ്യം ഒന്ന് കണ്ടുവരാം. ദീപമോഹൻ ചുരും അല്പസമയത്തിനുള്ളിൽ. നേരത്തെ PK ജയലക്ഷ്മി ആരോപണം ഉന്നയിച്ചിരുന്നു. അവിടെ തനിക്ക് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ചതി നേരിട്ടു എന്നാണ് PK ജയലക്ഷ്മി പറഞ്ഞത്. ഇതിപ്പോൾ ഉഷാ വിജയന്റെ ഫ്ലെക്സ് ബോർഡുകളാണ്. ഇതാണ് ബോർഡ് ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഒരു ദീപക് ഉണ്ട്. ദീപക്, ഇതിപ്പോ ഉഷാ വിജയന്റെ കാര്യത്തിലും ജയലക്ഷ്മി പറഞ്ഞതുപോലെ സംഭവിക്കുകയാണോ? പാർട്ടിക്കുള്ളിൽ നിന്ന് ചിലർ പണി കൊടുക്കുന്നുണ്ടോ? ഈ ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ചും അതേപോലെ മാറ്റിവെച്ചുമൊക്കെ പണ്ട് പുഴയിൽ എറിഞ്ഞു, ഇപ്പോൾ ദാ വഴിയിൽ ഉപേക്ഷിച്ചു. ഇത് ആരാണ് ചെയ്തത് ദീപക്? അരുൺകുമാർ, ഈ ഫ്ലെക്സ് ബോർഡുകൾ പ്രചരണത്തിന്റെ ഭാഗമായി കോൺഗ്രസ് പ്രവർത്തകർ, പ്രത്യേകിച്ച് മാനന്തവാടിയിലെ കോൺഗ്രസ് നേതാക്കളാണ് വള്ളിയൂർക്കാവിന് സമീപമുള്ള ഈ വ്യാപാര കേന്ദ്രത്തിൽ എത്തിച്ചതെന്ന് അവിടെയുള്ള കടയിലുള്ള ആൾ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എത്തിച്ച് ഉടൻ തന്നെ തിരിച്ചു വരാമെന്ന് അവർ പറഞ്ഞു പോയതാണ്. പക്ഷെ പിന്നീട് അവർ തിരിച്ചു വന്നില്ല. ഇന്നലെയാണ് ഇത് അവിടെയുള്ളൊരു കോൺഗ്രസ് പ്രവർത്തകൻ അവിടെ എത്തിയപ്പോൾ കണ്ട ദൃശ്യങ്ങൾ. അലക്ഷ്യമായി 7ഓളം പ്രചരണ ഫ്ലെക്സ് ബോർഡുകൾ വലിച്ചെറിഞ്ഞിരിക്കുന്ന സാഹചര്യം കാണുന്നു. പിന്നീട് ആ കടയിലുള്ള ആളുകളോട് ചോദിക്കുന്നു. നേരത്തെ PK ജയലക്ഷ്മി, മുൻ മന്ത്രി PK ജയലക്ഷ്മി പറഞ്ഞിരുന്നു താൻ 2 തവണ മാനന്തവാടിയിൽ നിന്ന് ജനപ്രതിനിധിയായി മത്സരിക്കുന്ന സമയത്ത് തനിക്കെതിരെയുള്ളൊരു പടയൊരുക്കം പാർട്ടിക്കകത്തു നിന്ന് തന്നെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ തൻ്റെ നോട്ടീസുകളും ഒപ്പം പോസ്റ്ററുകളടക്കം, പ്രചരണ പോസ്റ്ററുകളടക്കം പുഴയിൽ വലിച്ചെറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത്തരത്തിലൊരു സാഹചര്യം ഇത്തവണ ആവർത്തിക്കരുത്, ഒറ്റക്കെട്ടായി ഉഷാ വിജയനോടൊപ്പം നിൽക്കണം എന്ന് PK ജയലക്ഷ്മി പറഞ്ഞിരുന്നു. എന്നാൽ ഇത് വ്യക്തമാക്കുന്നത് ഇത്തവണയും പാർട്ടിക്കുള്ളിൽ ഉഷാ വിജയനെതിരെ പടയൊരുക്കം നടക്കുന്നുണ്ട് എന്നാണ്. നേരത്തെ മാനന്തവാടിയിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ മുസ്ലിം ലീഗാണ് ഉഷാ വിജയന്റെ പേര് മുന്നോട്ട് നിർദ്ദേശിച്ചത്. ഏതായാലും ഈ ഊർജിതമായ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കിടയിൽ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അരുൺ, അത് വളരെ മോശം പരിപാടിയാണ് കേട്ടോ. വളരെ വളരെ മോശം പരിപാടിയാണ് കാണിക്കുന്നത്. പാർട്ടിക്കുള്ളിൽ നിൽക്കുന്ന ആൾക്കാർ ഉഷാ വിജയനെ പോലൊരു കോൺഗ്രസ് സ്ഥാനാർത്ഥി നിൽക്കുന്ന സമയത്ത് നേരത്തെ PK ജയലക്ഷ്മിക്ക് ഇതേപോലെ അനുഭവം നേരിട്ടു എന്നാണ് പറയുന്നത്. വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അത് എന്തിൻ്റെ പേരിലാണെങ്കിലും ശരി, അവർ ആ പാർട്ടി വിശ്വസിച്ചല്ലേ അവർ നിൽക്കുന്നത്.